ഹലോ. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഡിസംബർ 7-ന് PSC നടത്തിയ ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലയിലെ LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഡിസംബർ 28-ന് ഫസ്റ്റ് ഫേസ് പ്രിലിംസ് ഉള്ളവർ ഉറപ്പായിട്ടും ഇത് കാണുക. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത്? ചമ്പാരൻ സമരം. എന്നാൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? റൗലറ്റ് നിയമം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആര്? ഉത്തം സിംഗ്. ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തി ആര്? BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 3, 4, 6. സമത്വത്തിനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? കോടതിയെ സമീപിക്കാൻ കഴിയില്ല. എന്നാൽ മൗലികാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് കോടതിയെ സമീപിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല ഏത്? നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം. ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയെന്നുള്ളത് തെറ്റാണ്. ഗുരു കളവങ്കോട്ടാണ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആര്? വൈകുണ്ഠസ്വാമി. പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യ, സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമി, മിശ്ര ഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ബ്രസീലിനാണ്. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? റെനിൽ വിക്രം സിൻഹ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റാണ് അനുരകുമാര ദിസനായകെ. ദ ട്രാൻസ്ഫർ പവർ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? VP മേനോൻ. ചേരുംപടി ചേർക്കുക. ഫിലായ് സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷമാണ് 1986. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ CS കോത്താരി കമ്മീഷൻ. ലോക ഫുട്ബോൾ ദിനം എന്ന് മെയ് 25-നാണ് ലോക ഫുട്ബോൾ ദിനം. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിഭ റോയി. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത്? ഏതൊക്കെയാണ് തെറ്റ്? B, D എന്നിവ തെറ്റാണ്. കറക്റ്റായിട്ടുള്ളതാണ് അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കു മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കു വരെയും, രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയുമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റേത്? ഏതാണ് തെറ്റ്? B, കിഴക്ക് ഭൂട്ടാൻ എന്നുള്ളത് തെറ്റാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഹിമാലയമാണ്. ഹിമാലയം ഒറ്റയാനാണിതിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത്? ഓപ്ഷൻ C ആണ് തെറ്റ്. ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയല്ല
ശൈത്യകാലത്ത് പശ്ചിമബംഗാൾ അനുഭവപ്പെടുന്ന കാറ്റാണ് കാൽബൈശാഖി. കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ ശരിയേത്? എല്ലാം ശരിയാണ്. സൂചനകളിൽ നിന്നും പ്രദേശം തിരിച്ചറിയുക. ഒന്നാമത്തേത്, പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ആൻസർ എന്താണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ്. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. കേരളത്തിലെ നദികളിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഏതാണ്? നെയ്യാറാണ് ഒറ്റയാൻ. താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏത്? NW3. കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക. സിയാൽ. ബാക്കിയുള്ളവയെല്ലാം വൈദ്യുത പദ്ധതികളാണ്. കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ. താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്നും കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതെന്ന് കണ്ടെത്തുക. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്രാമങ്ങളുടെയും വാസസ്ഥലം ഏതാണ്? ചിന്നാറാണ്. ഗ്രാമസഭയുടെ കൺവീനർ ആര്? വാർഡ് മെമ്പറാണ്. പ്രഥമ സ്കൂൾ കേരള ഒളിമ്പിക്സിൻ്റെ വേദി എറണാകുളമാണ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ്. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ആരാണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രി? രാജീവ് രഞ്ജൻ സിംഗ് ആണ്. രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൽ എറിഞ്ഞ ദൂരം. ശ്രദ്ധിക്കണം, 2024 റീസെൻ്റായിട്ട് നടന്ന ഒളിമ്പിക്സിലെയാണ് ചോദിച്ചിരിക്കുന്നത്. 89.45 ആണ്. യുണൈറ്റഡ് നേഷൻസ് UN-ൻ്റെ മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 134 ആണ്. 2022 ചോദിച്ചേക്കുന്നത്. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഒരു ഗ്രഹം. താഴെ പറയുന്നവയിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ബുധൻ. അതുപോലെ തന്നെ ശുക്രനും ഉപഗ്രഹങ്ങളൊന്നുമില്ല. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീനഫലമായി രൂപപ്പെട്ട സംഗീത ശൈലിയാണ് ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടെയാണ്? ഗാന്ധിജിയുടെയാണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് 800. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത്? ബ്രസീലാണ്. പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. പിയും സിയും ശരിയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ സിര എന്നുള്ളത് ശരിയാണ്. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശ ധമനി. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതെല്ലാം? എയും ടി. ഓപ്ഷൻ എ വിറ്റമിൻ എയും വിറ്റമിൻ ഡിയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവയാണ്. താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളക് ഏതാണ്? ജ്വാലാമുഖി. താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ബോംബിക്കോൾ. താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റു സംരക്ഷണത്തിന് ഉദാഹരണമേത്? ബൊട്ടാണിക്കൽ ഗാർഡൻ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ഏതാണ്? COVID-19. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണുവാണ് നമുക്കറിയാം. നിപ്പ വൈറസാണ്. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? പ്രകീർണനം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ്? ഉറുമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. താപം പ്രേഷണം ചെയ്യുന്ന രീതികളിൽ ഉൾപ്പെടാത്തത് വിസരണമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹമാണ് സിങ്ക്.
പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണമേത്? ഏതാണ്? വേട്ടക്കാരൻ. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയെ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത്? ചന്ദ്രയാൻ 3. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ബി ആണ്. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനി വൈറസ്, മലമ്പനി പ്ലാസ്മോഡിയം. അതാണ് ശരി. മന്ദരോഗം പരത്തുന്ന കൊതുക് ഏത്? ക്യൂലെക്സ് കൊതുകാണ് മന്ദരോഗം പരത്തുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ വായുവിൽ കൂടി പകരുന്ന രോഗമേത്? ഏതാണ്? മീസിൽസ് ആണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകമേത്? ഇരുമ്പ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമേത്? സ്ഫിഗ്മോമാനോമീറ്റർ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ബി ആണ് ശരി. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതമാരോഗ്യം. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് സിംഗ്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ആട്ടം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? മലിനജലത്തിലൂടെയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് എസ് സോമനാഥ്.